മെയ് 4-ാം തീയതി വോട്ട് എണ്ണി 2/3 ഭൂരിപക്ഷത്തോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചു. നമ്മളെല്ലാം കരുതിയത് 5-ാം തീയതി വലിയ റാലി, ആനക്കോട്ടയിലെ മുഴുവൻ ആളുകളെയും അണിനിരത്തിയിട്ടുള്ള റാലി ഉണ്ടാവും, വലിയ രീതിയിലുള്ള പായസമേള, ലഡു വിതരണം, ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് കരുതിയത്. പക്ഷേ കൂട്ട നിലവിളിയാണ്, ചേരി തിരിഞ്ഞുള്ള നിലവിളി. ചിലര് നിലവിളിക്ക് പകരം അട്ടഹാസങ്ങളാണ്, ചിലര് തെരുവിലിറങ്ങി, ചിലർ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ കണ്ടപ്പോ അത് കത്തിച്ചു. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ടവർ KC വേണുഗോപാലന്റെ കോലം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പടക്കം ഉണ്ടാക്കി കത്തിച്ചു. ചിലര് കുഴൽനാടന്റെ, ഞാനും TT ശിവദാസനൊക്കെ പോകുമ്പോ, ഞങ്ങൾ പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ കൂടെയുണ്ട് കുഴൽനാടൻ എന്നുള്ള ഫ്ലക്സ് കത്തിക്കും. അപ്പോഴുണ്ട് ഒരു വഴിക്കൂടെ മുസ്ലിം ലീഗിന്റെ ജാഥ, കുഴൽനാടന്റെ കൊടലി ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ജാഥ പ്രകടനം. ടീം UDF എന്നാണ് പറഞ്ഞത്, വിസ്മയം UDF എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ വിസ്മയം ഇപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 2/3 ഭൂരിപക്ഷം നൽകിയ നാട്ടുകാരിപ്പോ മൂക്കത്ത് വിരൽ വെച്ചിട്ട്, ദൈവമേ കയ്യിലെ കാശ് കൊടുത്തിട്ട് കടിക്കണ ഒരു നായയാണല്ലോ ഞങ്ങൾ വാങ്ങിയത് അല്ലേ, കൊണ്ടേ പോകൂ, അനുഭവിച്ചേ പോകൂ എന്നുള്ളതാണ് തീരുമാനം. ഇപ്പോഴും തീരുമാനമായിട്ടില്ല. വെളുത്ത മുഖ കണ്ടാൽ ഞങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് സതീശന്റെ അനുയായികൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, വെളുത്ത മുഖ കണ്ടാലൊന്നും തീരുമാനിക്കണ്ട, അത് ടെൻഷൻ കൂടുതലായിട്ട് സിഗരറ്റ് വലിച്ചിട്ട് മുഖം പോണതായിട്ട് കണ്ടാൽ മതി. തീരുമാനമായിട്ടില്ല. ഇന്നലെ ഒരു പ്രഖ്യാപനം ഉണ്ടായി. ഇന്നലെ ഒരു പ്രഖ്യാപനം, ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം, 2 എണ്ണമാണ്. ഒന്ന്, ഹോർമൂസ് കടലിടുക്കിനിടയിലൂടെ എണ്ണ നിറച്ച കപ്പലുകൾ ഇറാന്റെ അനുമതിയില്ലാതെ പോകാൻ പാടില്ല. രണ്ടാമത്തെ തീരുമാനം, ഹൈക്കമാൻഡിന്റെ അനുമതിയില്ലാതെ ഒരു ഫ്ലെക്സും ഒരു സ്ഥലത്തും വെക്കേണ്ടതില്ല. അങ്ങനെ 2 പ്രഖ്യാപനങ്ങൾക്ക് ശേഷവും തുടരുകയാണ്. ഇപ്പോഴും തീരുമാനമായി. ഞങ്ങൾ ഇടതുപക്ഷം മാതൃകാപരമായി ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.